നിങ്ങൾക്ക് സമാധാനം. ഞാൻ ഷാഫി മൊയ്തു മെഹഡീസ. ഇംഗ്ലീഷുകാരെ പോലെ എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാം, അല്ലെങ്കിൽ ഇംഗ്ലീഷുകാർ പറയുന്ന ഇംഗ്ലീഷ് എങ്ങനെ മനസ്സിലാക്കാം? നാം പലപ്പോഴും പലരും പറയുന്നത് കേട്ടിരിക്കും, എനിക്ക് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിയാം, പക്ഷേ സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്, വാക്കുകൾ കിട്ടില്ല, നാണമാണ്, ഭയമാണ്. മറ്റു ചിലർക്ക് സംസാരിക്കാൻ അറിയാം, പക്ഷേ ഇംഗ്ലീഷുകാർ പറയുന്ന ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരോട് സംസാരിക്കുന്നത് അവർക്ക് മനസ്സിലാവുന്നില്ല. ഒന്ന് രണ്ട് സംഭവങ്ങൾ ഞാൻ പറയാം. സർ ബാലചന്ദ്രൻ ചുള്ളിക്കാട്, അദ്ദേഹം ഒരു വിദേശ കവികളും എഴുത്തുകാരൊക്കെ പങ്കെടുക്കുന്ന ഒരു സമാഗമത്തിൽ വെച്ച് ഒരു ഇംഗ്ലീഷുകാരനെ പരിചയപ്പെടുന്നു. ഇംഗ്ലീഷുകാരനുമായിട്ട് ഒരു അരമണിക്കൂർ നേരം സർ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു. അരമണിക്കൂറിന് ശേഷം ഇംഗ്ലീഷുകാരൻ തിരിച്ചു ചോദിക്കുന്നു, എക്സ്ക്യൂസ് മീ, വാട്ട് കൈൻഡ് ഓഫ് ലാംഗ്വേജ് യു ആർ ടോക്കിംഗ്? നിങ്ങൾ എന്ത് ഭാഷയാണ് സംസാരിക്കുന്നത്? നമുക്കറിയാം, സർ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദമുള്ള ആളാണ്. മറ്റൊരു സംഭവം, ചില വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ ആ രാജ്യത്തിന്റെ എംബസിയിൽ വെച്ചോ എംബസിയുമായി ബന്ധപ്പെട്ട ഓഫീസിൽ വെച്ചോ ഒരു കൂടിക്കാഴ്ച ഉണ്ടാവും. അവിടെ അവർ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അതിന് തൃപ്തികരമായ ഉത്തരം അവർക്ക് ലഭിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ രാജ്യത്തേക്കുള്ള വീസ ലഭിക്കുകയുള്ളൂ. എന്നാൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അവർ ഒരു പരിഭാഷകനെ തരും. മലയാളത്തിലെ ഒരു പ്രശസ്ത ചലച്ചിത്ര താരം പലപ്പോഴും വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ ഇതുപോലെ കൂടിക്കാഴ്ചയ്ക്ക് പരിഭാഷകനെ ആവശ്യപ്പെടും. അദ്ദേഹത്തിന്റെ സുഹൃത്ത് ചോദിച്ചു, സർ, താങ്കൾ വളരെ മനോഹരമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളാണല്ലോ, പിന്നെ എന്തിനാണ് ഈ പരിഭാഷകന്റെ ആവശ്യം? ഇപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാൻ ഭംഗിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും, പക്ഷേ ഇംഗ്ലീഷുകാർ സംസാരിക്കുന്ന ചില വാക്കുകൾ എനിക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ ഊഹിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഊഹത്തിന്റെ പേരിൽ ഞാൻ മറുപടി പറഞ്ഞാൽ ചിലപ്പോ വീസ ലഭിക്കാതെ വരും. അങ്ങനെ ലഭിക്കാതെ വന്നിട്ടുള്ള പലരെയും എനിക്കറിയാം. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? പ്രധാനമായും 5 കാര്യങ്ങളാണ്. ഒന്ന്, ഇന്ത്യക്കാർ അല്ലെങ്കിൽ മലയാളികൾ സംസാരിക്കുന്ന ഇംഗ്ലീഷ് ഇന്ത്യൻ ഇംഗ്ലീഷ് ആണെന്നുള്ളത്. എന്താണ് ഇന്ത്യൻ ഇംഗ്ലീഷ്? ലോകത്ത് സാധാരണയായി ഇംഗ്ലീഷിനെ കുറിച്ച് പറയുമ്പോൾ 2 ഇംഗ്ലീഷാണ് പറയാറ്. ഒന്ന് ബ്രിട്ടീഷ് ഇംഗ്ലീഷ്, 2 അമേരിക്കൻ ഇംഗ്ലീഷ്. ഇതിൽ യഥാർത്ഥ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷിന്റെ തറവാട് ബ്രിട്ടനാണ്. അമേരിക്കൻ ഇംഗ്ലീഷ് ബ്രിട്ടനിൽ നിന്ന് അവിടെ എത്തിച്ചേരുകയും മറ്റു പല ഭാഷകളുടെയും സംസ്കാരത്തിന്റെയും സ്വാധീനത്തോടുകൂടി ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുള്ള ഇംഗ്ലീഷാണ് അമേരിക്കൻ ഇംഗ്ലീഷ്. അമേരിക്കൻ ഇംഗ്ലീഷും ബ്രിട്ടീഷ് ഇംഗ്ലീഷും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ചില വാക്കുകളിൽ, ചില അർത്ഥങ്ങളിൽ, ചില ഉച്ചാരണങ്ങൾ, ശൈലികൾ, പ്രയോഗങ്ങൾ, ഇതിലെല്ലാം അല്പസ്വല്പം വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ ഒരു ഇംഗ്ലീഷുകാരനും ഒരു അമേരിക്കക്കാരനും സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും മനസ്സിലാകും. 1-2 വാക്കുകൾ ചിലപ്പോൾ ചോദിക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. ഇത് ലോകത്തെ പ്രധാന 2 ഇംഗ്ലീഷുകൾ. എന്നാൽ ലോകത്തുള്ള ഓരോ രാജ്യത്തിനും, ഓരോ രാജ്യത്തിനകത്ത് ഓരോ ദേശത്തിനും അവരവരുടേതായിട്ടുള്ള ഇംഗ്ലീഷ് ഉണ്ട്. അങ്ങനെ വന്നാൽ ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള ഇംഗ്ലീഷ് ഉണ്ട്. ഇന്ത്യക്കകത്ത് തന്നെ കാശ്മീരിനും ഗുജറാത്തിനും കൊൽക്കത്തയ്ക്കും കേരളയ്ക്കും എല്ലാം വേറെ വേറെ ഇംഗ്ലീഷാണ്. കേരളത്തിനകത്ത് വീണ്ടും തിരുവനന്തപുരത്തിനും തൃശ്ശൂരിനും കാസർഗോഡിനും വേറെ വേറെ ഇംഗ്ലീഷ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ ഇംഗ്ലീഷുകൾ തമ്മിൽ വ്യത്യസ്തമായിരിക്കുന്നത്? ഒരു വ്യക്തി ഒരു അന്യഭാഷ പഠിക്കുമ്പോൾ സ്വന്തം മാതൃഭാഷയുടെ സഹായത്തോടുകൂടിയാണ് സാധാരണ പഠിക്കുക. മാതൃഭാഷയിലെ പല ശബ്ദങ്ങളും പല ഉച്ചാരണങ്ങളും അന്യഭാഷയിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അന്യഭാഷയിലെ പല ശബ്ദങ്ങളും ഉച്ചാരണങ്ങളും മാതൃഭാഷയിലും ഉണ്ടാവില്ല. അപ്പോൾ അടുത്തു നിൽക്കുന്ന ശബ്ദം അല്ലെങ്കിൽ ഉച്ചാരണം ഉപയോഗിച്ച് അന്യഭാഷ പഠിക്കാൻ ശ്രമിക്കുന്നു. ഉദാഹരണത്തിന് ബാഗ്. ബാഗ് എന്ന് മലയാളത്തിൽ കൃത്യമായിട്ട് എഴുതാൻ പറ്റില്ല. ഒന്നുകിൽ ബാഗ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ബാഗ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ബാഗ് എന്ന് എഴുതാം. ഇത് മൂന്നുമല്ല ബാഗ്. ബാഗ് എന്ന് എഴുതാൻ പറ്റിയ ഒരു സ്വരചിഹ്നം മലയാളത്തിൽ ഇല്ല. അപ്പം ഇതിന് മൂന്നിൽ ഏതെങ്കിലും ഒന്ന് എഴുതും, അത് അതുപോലെ പഠിക്കും. അതുകൊണ്ട് തന്നെ പലരും ബാഗിന് ബാഗെന്നും 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 പറയും. ആ രീതിയിൽ പഠിക്കരുത്. ശരിയായ ഉച്ചാരണം കേട്ട് തന്നെ പഠിച്ചെടുക്കുക. മറ്റൊരു കാര്യം, മാതൃഭാഷയിലുള്ള ശൈലികളും പ്രയോഗങ്ങളും ചൊല്ലുകളും അതുപോലെ തർജ്ജമ ചെയ്ത് അന്യഭാഷയിലും പ്രയോഗിക്കുന്നു. ഇത് കേരളത്തിന്റെയോ ഇന്ത്യയുടെയോ മാത്രം കുഴപ്പമല്ല. ഞാൻ പറഞ്ഞു, ലോകത്തെ ഓരോ രാജ്യത്തിനും അവരവരുടേതായിട്ടുള്ള ഇംഗ്ലീഷ് ഉണ്ട്. ജാപ്പനീസിന് അവരുടെ ഇംഗ്ലീഷ് ഉണ്ട്, ഫിലിപ്പീൻസ് ഇംഗ്ലീഷ് ഉണ്ട്, അറബ് ഇംഗ്ലീഷ് ഉണ്ട്, ഫ്രഞ്ച് ഇംഗ്ലീഷ് ഉണ്ട്. പക്ഷെ മറ്റു രാജ്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യക്കൊരു ന്യൂനതയുണ്ട്. മറ്റു രാജ്യങ്ങളിലെല്ലാം തന്നെ നമുക്കൊരു 10% പേരെങ്കിലും ബ്രിട്ടീഷ് ഇംഗ്ലീഷ് സംസാരിക്കുന്നവരെ കാണാൻ പറ്റും. എന്നാൽ ഇന്ത്യക്കകത്ത് 1% പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. അത് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികളാകട്ടെ, പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആവട്ടെ, ലെക്ചേഴ്സ് ആവട്ടെ, പ്രൊഫസേഴ്സ് ആവട്ടെ, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, PhD, IPS, IAS, സയന്റിസ്റ്റ്, ആരുമാവട്ടെ ഇന്ത്യക്കാരനാണോ? ഭൂരിപക്ഷവും സംസാരിക്കുന്നത്, ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ പോരാ, ബഹുഭൂരിപക്ഷവും സംസാരിക്കുന്നത് ഇന്ത്യൻ ഇംഗ്ലീഷാണ്. ഇന്ത്യയിലുള്ള ചില വാക്കുകൾ ഇംഗ്ലീഷുകാർ കേട്ടിട്ട് പോലുമില്ല. ലോകോത്തര ഡിക്ഷണറികൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാനേ പറ്റില്ല ആ വാക്ക്. അഥവാ കണ്ടാൽ ബ്രാക്കറ്റിൽ ഇന്ത്യൻ ഇംഗ്ലീഷ് എന്നോ, ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് എന്നോ, സൗത്ത് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് എന്നോ പ്രത്യേകം ബ്രാക്കറ്റിൽ കാണാൻ പറ്റും.
അപ്പോൾ ഒന്നാമത്തെ കാര്യം, മലയാളികൾ ഇന്ത്യൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, അച്ചടി ഭാഷ സംസാരിക്കുന്നു. എന്താണോ എഴുതി വായിച്ച് പഠിക്കുന്നത് അത് അതുപോലെ പ്രയോഗിക്കുന്നു. ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളുടെ പേരെന്താവുന്നു, നിങ്ങൾക്ക് സുഖമാണോ, നിങ്ങൾ എവിടെ ജോലി ചെയ്യുന്നു, ഈ രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ മലയാളത്തിന് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല, സ്പഷ്ടമാണ്, സ്ഫുടമാണ്. പക്ഷേ നിങ്ങൾ പറയും അദ്ദേഹം മലയാളിയല്ല. ഇതുപോലെയാണ് മലയാളിയുടെ ഇംഗ്ലീഷ് കേട്ട് കഴിഞ്ഞാൽ ഇംഗ്ലീഷുകാർ പറയുന്നത്. അതിനെ അവർ പറയുന്നത് റോബോട്ടിക് ലാംഗ്വേജ് എന്നാണ്. യന്ത്രഭാഷ അല്ലെങ്കിൽ യാന്ത്രിക ഭാഷ, അതുമല്ലെങ്കിൽ പ്രിന്റഡ് ലാംഗ്വേജ്, അച്ചടി ഭാഷ. ചിലർ അവരുടെ സ്വന്തം ശൈലിയൊക്കെ കൊണ്ടുവന്ന് ഇംഗ്ലീഷിനെ നന്നാക്കാൻ ശ്രമിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഒരു സാധാരണ മലയാളം പറയാണ്, ആന്റിന ഇസ് നോട്ട് വർക്കിംഗ്, ദാറ്റ്സ് വൈ റഡാർ കനോട്ട് ഫൈൻഡ് ദ വെഹിക്കിൾ. ചിലർ ഇത് നന്നാക്കാൻ ശ്രമിക്കും. ആന്റിന ഇസ് നോട്ട് വർക്കിംഗ്, ദാറ്റ്സ് വൈ റഡാർ കനോട്ട് ഫൈൻഡ് ദ വെഹിക്കിൾ. മറ്റു ചിലർ ആന്റിന ഇസ് നോട്ട് വർക്കിംഗ്, ദാറ്റ്സ് വൈ റഡാർ കനോട്ട് ഫൈൻഡ് ദ വെഹിക്കിൾ. ഇങ്ങനെ കടിച്ചു പൊട്ടിച്ച് പറഞ്ഞാൽ അതാണ് ശരിയായ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. മറ്റു ചിലർ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് വായിട്ടതുപോലെ ആന്റിന ഇസ് നോട്ട് വർക്കിംഗ്, ദാറ്റ്സ് വൈ റഡാർ കനോട്ട് ഫൈൻഡ് ദ വെഹിക്കിൾ. ഇതെങ്ങനെ പറഞ്ഞാലും ശരിയാവില്ല. ഈ രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഇതിനെ ഇംഗ്ലീഷുകാർ പറയുന്നത് പ്രിന്റഡ് ലാംഗ്വേജ് എന്നോ അതല്ലെങ്കിൽ റോബോട്ടിക് ലാംഗ്വേജ് എന്നോ അല്ല. ഇതിനെ അവർ പറയുന്നത് ജിബറിഷ്, പുലമ്പൽ, അതുമല്ലെങ്കിൽ റബിഷ്, ചവർ എന്നാണ്. അതുകൊണ്ട് അറിയാത്ത ശൈലികളിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് സാധാരണ മലയാളി പറയുന്നത് പോലെ തന്നെ തുടരുകയാണ് നല്ലത്. അല്ലെങ്കിൽ കൃത്യമായ ശൈലിയിലും കൃത്യമായ ഉച്ചാരണത്തിലും കൊണ്ടുവരണം. ആദ്യം ഉച്ചാരണം ശരിയാക്കണം. എന്താണ് ഉച്ചാരണം? നമുക്കൊന്ന് നോക്കാം. ആന്റിന, അത് തെറ്റാണ്. ആന്റിനയിൽ അമ്മായി ഇല്ല, ആന്റിനയിൽ ആന്റി ഇല്ല. അന്റന എന്നാണ് പറയുന്നത്. അന്റന ഇറ്റ്സ് നോട്ട് വർക്കിംഗ്. റഡാർ തെറ്റാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെയധികം ബഹളം ഉണ്ടാക്കിയിരുന്ന ഒരു വാക്കാണ് റഡാർ. അത് പറയേണ്ടത് റൈഡാർ. റൈഡാർ. അടുത്ത വാക്ക് വെഹിക്കിൾ. വെഹിക്കിൾ എന്നത് വെഹിക്കിൾ. ഇതാണ് ശരിയായ ഉച്ചാരണം. അപ്പോൾ എങ്ങനെ വരും? ആന്റന ഇറ്റ്സ് നോട്ട് വർക്കിംഗ്, ദാറ്റ്സ് വൈ റൈഡാർ കാൻറ്റ് ഫൈൻഡ് ദ വെഹിക്കിൾ. അങ്ങനെ വരും. ആദ്യം ഉച്ചാരണം ശരിയാക്കി പിന്നെ എവിടെയാണോ സന്ദർഭം ആ സന്ദർഭം അനുസരിച്ച് ശൈലിയിലേക്ക് പോവുക. അതും യഥാർത്ഥ ശൈലിയിലേക്ക് പോവുക. സ്വന്തമായിട്ട് ഉണ്ടാക്കരുത്. കൃത്യമായിട്ടുള്ള ഉച്ചാരണം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രത്യേകിച്ച് ശബ്ദമൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ശബ്ദം താനേ വന്നുകൊള്ളും. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഉച്ചാരണവും ശൈലിയും പഠിക്കാൻ ശ്രമിക്കുക. മറ്റൊന്ന്, കവിതകളിലും കഥകളിലും ലോകോത്തര കൃതികളിലും മറ്റും ഉപയോഗിക്കുന്ന വാക്കുകളെടുത്ത് സാധാരണ ജീവിതത്തിൽ ഉപയോഗിക്കുക. ഞാനൊരു ഉദാഹരണം പറയാം. മലയാളത്തിൽ മന്ദമാരുതൻ, ഇളം കാറ്റ്, മാരുതൻ കാറ്റ്, പേമാരി പെരുമഴ, മാരി മഴ. ആരെങ്കിലും നിത്യജീവിതത്തിൽ വന്നിട്ട് പറയുമോ പുറത്ത് നല്ല മാരുതനും മാരിയുമാണ്? അർത്ഥത്തിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇല്ല. പക്ഷെ അത് നിത്യജീവിതത്തിൽ ഉപയോഗിക്കാത്ത വാക്കുകളാണ്. അപ്പൊ ആദ്യത്തത് ഇന്ത്യൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നു എന്നുള്ളത്, രണ്ടാമത്തത് അച്ചടി ഭാഷ സംസാരിക്കുന്നു, മൂന്നാമത്തത് ഇംഗ്ലീഷിൽ വർത്തമാന കാലത്തിലുള്ള ശൈലികളോ ചൊല്ലുകളോ പ്രയോഗങ്ങളോ പഠിക്കാൻ ശ്രമിക്കുന്നില്ല അല്ലെങ്കിൽ പഠിപ്പിക്കുന്നില്ല. ഏതാനും ചില കാര്യങ്ങൾ മാത്രമേ ഇപ്പോഴും വർത്തമാന കാലത്തിലുള്ളത് കേരളത്തിൽ എത്തിയിട്ടുള്ളൂ. നാലാമത്തെ കാരണം, ഇംഗ്ലീഷുകാരുടെ മാതൃഭാഷയായതുകൊണ്ട് തന്നെ അവർ വളരെ വേഗത്തിൽ സംസാരിക്കുന്നു. മാത്രമല്ല വാക്കുകളെയും വാക്യങ്ങളെയും വെട്ടിമുറിച്ച് കൂട്ടിച്ചേർത്ത് അമർത്തിയൊതുക്കി വളരെ വേഗത്തിൽ സംസാരിക്കുന്നു. ഒരു ഉദാഹരണം പറയാം. ഒരു ഡയലോഗ്. So that roof, you guys, you know, you had night. Let me tell you something about that roof. It's been 10 years since that roof was last started. Now see the snow comes this winter. So on that roof like this, it's gonna see the inside. It's gonna be a little bit doing how very nice that. Then the next thing is that, you know, it's gonna be leaking all over the house and the wood rot from all the water. Then you're gonna need an all new roof. Now, how much do you think it's cost to get the roof fixed? Let me tell you. $1,224 cash money, see? While you are thinking about the new laptop, I gotta think about the roof of our house. Or what else goes on around here? You get it? ഇത് ഇംഗ്ലീഷ് നന്നായി അറിയാവുന്ന ഒരു മലയാളിക്ക് ഞാൻ പറഞ്ഞതിന്റെ സാരം മനസ്സിലായി കാണും. എന്നാൽ ഞാൻ പറഞ്ഞ ഓരോ വാക്കുകളും കൃത്യമായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം 2 or 3 അതിൽ കൂടുതലോ തവണ കേൾക്കേണ്ടി വരും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ വാക്കുകൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നില്ല. വാക്കുകളെയും വാക്യങ്ങളെയും വെട്ടിമുറിച്ച് കൂട്ടിച്ചേർത്ത് ശരിയായ ഉച്ചാരണത്തോടെ വേഗത്തിൽ പറയുന്നു എന്നുള്ളതാണ്. ചില വാക്കുകളൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, കാരണം നമ്മുടെ ഉച്ചാരണവുമായിട്ട് അടുത്ത് നിൽക്കുന്നതുകൊണ്ട്. ഉദാഹരണത്തിന് ഇവിടെ ഞാൻ 1224 എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണ് ഞാൻ പറയുന്നത്? 1224
200 and 20 4 1224 1224. ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും, കാരണം നമ്മുടെ ഉച്ചാരണവുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നു. എന്നാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എന്നത് ഇറ്റ്സ് ഗോണ ബി ഒരു വാക്കിലേക്ക് ഒതുകയാണ്. യു ആർ നോട്ട് എന്നതിന് പകരം യു എയിം, ഇത്രയും പറയുന്നുള്ളൂ. ഈ സംഭാഷണ രീതിയാണ് നാം പഠിക്കേണ്ടത്. അതിനെക്കുറിച്ചാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. അഞ്ചാമത്തെ കാരണം, മലയാളികൾ മലയാളത്തിൽ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. ഇംഗ്ലീഷിൽ പറയാനുള്ള കാര്യം ആദ്യം മലയാളം എടുത്ത് അതിനെ ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്ത് അത് പ്രയോഗിക്കുന്നു. അതുപോലെ എന്തെങ്കിലും ഇംഗ്ലീഷിൽ കേട്ട് കഴിഞ്ഞാൽ അതിനെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഈ രീതി ഒരിക്കലും പാടില്ല. മലയാളത്തിൽ പറയാനുള്ള കാര്യം ഏത് സന്ദർഭത്തിലാണോ നാം ഉപയോഗിക്കുന്നത്, അതേ സന്ദർഭത്തിൽ ഇംഗ്ലീഷിലാണെങ്കിൽ എന്തായിരിക്കും പറയുക, ആ രീതിയിൽ പഠിക്കണം. അല്ലാതെ ആ കാര്യം പരിഭാഷപ്പെടുത്തി പഠിക്കരുത്. ഒരു ഉദാഹരണം പറയാം. ഒരു സ്കൂളിൽ ചെന്ന് ടീച്ചറോട് ചോദിക്കുന്നു, എനിക്ക് ഹെഡ് മാഷെ ഒന്ന് കാണണം. ടീച്ചർ പറയുന്നു, ഹെഡ് മാഷ് മീറ്റിംഗിലാണ്, നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, വൈകിട്ട് 3 മണിക്ക് വരും, ഹെഡ് മാഷെ കാണാം. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ചെയ്യും. ഇത് സർവ്വസാധാരണമായിട്ട് മലയാളത്തിലും ഹിന്ദിയിലൊക്കെ ഉപയോഗിക്കുന്ന വാക്യമാണ്. എന്നാൽ ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു രീതിയില്ല. ഇത് പലപ്പോഴും പരിഭാഷപ്പെടുത്തി ഉപയോഗിക്കുന്നത് കാണാം. ഡു വൺ തിങ്, യു ഡു വൺ തിങ്. ഇങ്ങനെ ഒരു രീതി ഇംഗ്ലീഷിലില്ല. അപ്പൊ എന്ത് പറയും? ഒന്നും പറയണ്ട, ഹെഡ് മാസ്റ്റർ മീറ്റിംഗിലാണ്, വൈകിട്ട് 3 മണിക്ക് വന്നാൽ നിങ്ങൾക്ക് കാണാം, അത്രേ ഉള്ളൂ. ഇതുപോലെ ഇംഗ്ലീഷിൽ ഒരു വാക്യം പറയാം, ഹി യു ആർ. ഇതിന്റെ അക്ഷരാർത്ഥം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളാണ് എന്നാണില്ലേ. ഇനി ഇത് നിങ്ങൾ എവിടെയാണെന്നും നിങ്ങൾ ഇവിടെ ആയിരുന്നോന്നും എന്ത് പറഞ്ഞാലും ഈ അർത്ഥവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത സന്ദർഭങ്ങളിലാണ് ഇംഗ്ലീഷിൽ പ്രയോഗിക്കുന്നത്. ഉദാഹരണത്തിന്, നമ്മളൊരു റെസ്റ്റോറന്റിൽ പോകുന്നു, അവിടെ ഭക്ഷണം കൊണ്ടുവരുന്ന ആൾക്ക് ഭക്ഷണം തന്നുകൊണ്ട് പറയാം ഹി യു ആർ. മലയാളത്തിൽ പ്രത്യേകിച്ചൊന്നും പറയാറില്ല ഈ സന്ദർഭത്തിൽ. ഭക്ഷണം വെച്ചിട്ട് അവർ പോകും, വേണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് പറയും താങ്ക് യു. ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു രീതിയുണ്ട്. ആർക്ക് എന്ത് തരുമ്പോഴും എന്ത് കൊടുക്കുമ്പോഴും പറയാം ഹി യു ആർ. ഇതിനർത്ഥം മലയാളത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെ വരാം, അങ്ങനെ മലയാളത്തിൽ ഇല്ല, തർജ്ജമ ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്തത്. സ്വീകരിച്ചാലും ഇതാ, ഇത് നിങ്ങൾക്കുള്ളതാണ്, ഇതെടുത്തോളൂ, ഈ അർത്ഥങ്ങളൊക്കെ വരാം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിക്കലും പരിഭാഷപ്പെടുത്തി ഉപയോഗിക്കരുത്. ഈ 5 കാരണങ്ങളും ഒന്നിച്ചു വന്നാൽ ഒരു മലയാളിയുടെ ഇംഗ്ലീഷുകാരൻ കേൾക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കേൾവിയിൽ ഇതെങ്ങനെയായിരിക്കും? ഇതുപോലെ ഇരിക്കും. ഒരു മലയാളി വന്ന് പറയാണ്, എനിക്ക് നല്ല വിശപ്പുണ്ട്, നിനക്ക് വിശക്കുന്നുണ്ടോ? നല്ല ചോറും കറിയുണ്ട്, കഴിക്കാൻ വരുന്നോ? ഇത് ഈ രീതിയിൽ പറഞ്ഞാലോ, എനിക്കൂ നല്ല വിശാപ്പുണ്ട്, നിനക്കൂ വിശാപ്പുണ്ടോ? നല്ല ചോറ് കാര്യമുണ്ട്, നീ കളിക്കാൻ വരണോ? നമുക്ക് കാര്യം മനസ്സിലായി, പക്ഷേ മലയാളം ആകെ വികൃതമായിരിക്കുന്നു. ഇതുപോലെയാണ് ഇംഗ്ലീഷുകാർക്ക് ചിലപ്പോൾ കാര്യം മനസ്സിലായാലും പക്ഷെ ആകെ വികൃതമായിട്ടുള്ള ഇംഗ്ലീഷാണ് അവർ കേൾക്കുന്നത്. ഇവിടെ ഞാൻ ഇംഗ്ലീഷ് ഭാഷയുടെ നിയമങ്ങളെ കുറിച്ചോ വ്യാകരണത്തെ കുറിച്ചോ ഓക്സിലിയറി വെർബ് എന്താണ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്താണ്, ഇതൊന്നുമല്ല സംസാരിക്കുന്നത്. യഥാർത്ഥ ഇംഗ്ലീഷ് ഭാഷ, ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഇങ്ങനെ സംസാരിക്കാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, UK തന്നെ 40ഓളം രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. ബ്രിട്ടനിൽ മാത്രം 12ഓളം ശൈലിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. അപ്പം ഏത് ശൈലിയാണ് പഠിക്കേണ്ടത്? കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എത്ര മലയാളമുണ്ട്? 2 വ്യത്യസ്ത ജില്ലക്കാർ തമ്മിൽ അവരവരുടെ ശൈലിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും അവർക്ക് തന്നെ മനസ്സിലാക്കില്ല. എന്നാൽ കേരളത്തിന് പൊതുവായൊരു മലയാളമുണ്ട്. ആ മലയാളം സംസാരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. ആ മലയാളമാണ് നമ്മുടെ വിദ്യാലയങ്ങളിൽ സംസാരിക്കേണ്ടത്, കാര്യാലയങ്ങളിൽ സംസാരിക്കേണ്ടത്, പൊതുവേദികളിൽ സംസാരിക്കേണ്ടത്, മാധ്യമങ്ങൾ ഉപയോഗിക്കേണ്ടത്. പലപ്പോഴും അത് പാലിക്കുന്നില്ലെന്ന് മാത്രം. ഇതുപോലെ ഇംഗ്ലീഷിലുള്ള ബ്രിട്ടനിൽ പൊതുവായ പ്രധാന 1-2 ശൈലികളുണ്ട്. ആ ശൈലിയെ കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. എല്ലാ മലയാളികളും യഥാർത്ഥ ഇംഗ്ലീഷ് സംസാരിക്കണം, ബ്രിട്ടീഷ് ഇംഗ്ലീഷ് സംസാരിക്കണം. അതിന് നമുക്ക് അക്ഷരങ്ങൾ മുതൽ തിരുത്തിക്കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ഇവിടെ ഞാൻ ഇംഗ്ലീഷിലുള്ള 26 അക്ഷരങ്ങളും എഴുതിയിട്ടുണ്ട്. ഞാൻ അതൊന്ന് വായിക്കാം. A, B, C, D, E, F, G, H, I, J, K, L, M, N, O, P, Q, R, S, T, U, V, W, X, Y, Z. ഇങ്ങനെയാണ് സാധാരണ മലയാളികൾ വായിക്കുന്നത്. എന്നാൽ ഇതിൽ പകുതിയിലധികവും തെറ്റാണ്.
പകുതിയോളം വളരെ തെറ്റാണ്. പകുതിയിലധികവും തെറ്റാണ്, പകുതിയോളം വളരെ തെറ്റാണ്. ഇതിൽ ചുവന്ന നിറത്തിൽ കൊടുത്തിരിക്കുന്ന അക്ഷരങ്ങളാണ് വളരെ തെറ്റായി മലയാളി പൊതുവെ ഉപയോഗിക്കുന്നത്. നമുക്ക് ഓരോ അക്ഷരവും എടുത്ത് ശരിയായ ഉച്ചാരണം എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തെ അക്ഷരം എ. ഇത് വായിക്കേണ്ടത് എ എന്നല്ല, എ എന്നാണ്. എ ഓട്ടോ അതിലുള്ള എ. എന്നാൽ ഇത് വാക്കുകളുടെയോ വാക്യങ്ങളുടെയോ കൂടെ വരുമ്പോൾ എ എന്ന് വായിക്കാം, എ എന്ന് വായിക്കാം, അ എന്ന് വായിക്കാം, ആ എന്ന് വായിക്കാം, ഓ എന്ന് വായിക്കാം, ഇ എന്ന് വായിക്കാം. ഒരു ശബ്ദവും ഇല്ലാതെയാവാം. എല്ലാ അക്ഷരങ്ങളും, ഇംഗ്ലീഷിലുള്ള എല്ലാ അക്ഷരങ്ങളും അങ്ങനെയാണ്. തനിച്ചു നിൽക്കുമ്പോൾ ഒരു ശബ്ദമായിരിക്കാം, വാക്കുകളുടെയും വാക്യങ്ങളുടെയും കൂടെ വരുമ്പോൾ ഒന്നുകിൽ അതേ ശബ്ദം വരാം, അല്ലെങ്കിൽ മറ്റു പല ശബ്ദങ്ങളും വരാം. അതുമല്ലെങ്കിൽ ശബ്ദം ഇല്ലാതെയും ആവാം. അത് നമുക്ക് മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ പഠിക്കാം. അടുത്ത അക്ഷരം ബി. മലയാളി പൊതുവെ തെറ്റാതെ പറയുന്നുണ്ട്. ബി എന്ന് ചുണ്ട് മടക്കിയിട്ട് പറയരുത്, ബി. അടുത്ത അക്ഷരം സി. കുഴപ്പമില്ല. അടുത്ത അക്ഷരം ഡി. ഇത് മലയാളി പറയുന്നത് ഡി എന്നാണെങ്കിൽ ശരിയായ ഇംഗ്ലീഷ് ഡി എന്നാണ്. ഇംഗ്ലീഷിൽ ഡി എന്നത് നാവ് വളയ്ക്കാതെയാണ് പറയുന്നത്. മലയാളത്തിലെ ഡ, ഠ, ഡ, ഢ, ണ കൂട്ടക്ഷരമായിട്ടുള്ള ഡ എല്ലാം പറയുമ്പോൾ നാവിന്റെ അറ്റം ഒരു ചെറിയ വളവ് വരും. ഡ, ഠ, ണ. എന്നാൽ ഇംഗ്ലീഷിൽ ഒരു അക്ഷരം പോലും നാവ് വളച്ചുകൊണ്ട് പറയുന്നില്ല. നാവ് നിവൃത്തി പിടിച്ചുകൊണ്ട് തന്നെ ഈ അക്ഷരം പറഞ്ഞു നോക്കൂ. ഡ, ഡി. മുകൾ നിരയിലെ പല്ലിന്റെ പിൻഭാഗത്ത് മോണയുമായിട്ട് ചേരുന്ന ഭാഗത്ത് നാവിന്റെ അറ്റം കൊണ്ടുവച്ചിട്ട് ഡി എന്ന് പറഞ്ഞു നോക്കൂ. അതാണ് ശരിയായ ഡി. അടുത്തത് ഇ. ശരിയാണ്. എഫ് ശരിയാണ്. ജി. മലയാളത്തിലെ ജിയുമായിട്ട് ചെറിയ വ്യത്യാസമുണ്ട്. നാവിന്റെ സ്ഥാനം കുറച്ചുകൂടെ മുന്നോട്ടാണ് ഇംഗ്ലീഷിലെ ജി പറയുമ്പോൾ. ജി. അടുത്തത് എച്ച്. ഇത് തെറ്റാണ്. ഇത് പറയേണ്ടത് എച്ച് എന്നല്ല. ചിലർ ഹെച്ച് എന്ന് പറയും. ഇത് രണ്ടും തെറ്റാണ്. യൂറോപ്പിലും ചിലർ ഹെച്ച് എന്ന് പറയുന്നവരുണ്ട്. അത് തെറ്റാണ്. ഇത് പറയേണ്ടത് എച്ച് എന്നാണ്. എച്ച്. അടുത്തത് ഐ. ഇത് ഐ അല്ല, ഐ. അടുത്തത് ജെ അല്ല, ജെ. കെ അല്ല, കെ. അടുത്ത അക്ഷരം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് എൽ. എൽ എന്നത് മലയാളത്തിലെ എൽ അല്ല. ഇംഗ്ലീഷുകാരന് ലല എന്ന് പറയാൻ പറ്റില്ല. എന്നേ പറയാൻ പറ്റുള്ളൂ. ഇത് ല അല്ല, എൽ എന്ന് പറയരുത്. എന്നാൽ എൽ എന്നും പറയരുത്. ഇതിന് രണ്ടിനും ഇടയ്ക്കാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുകൾ നിരയിലെ പല്ലിന് പിൻഭാഗത്ത് മോണയുമായിട്ട് എടുക്കുന്ന ഭാഗത്ത് നാവ് കൊണ്ടുപോയിച്ചിട്ട് എൽ, എൽ. അടുത്തത് എം. ശരിയാണ്. ചിലർ എം എന്ന് പറയാറുണ്ട്. അത് തെറ്റാണ്. എം, എൻ, എ അങ്ങനെ പറയരുത്. എം, എൻ ശരിയാണ്. ഓ തെറ്റാണ്. ഓ എന്നല്ല ഇതിന്റെ ശബ്ദം. ഓ. ആയ്ക്കും ഓയ്ക്കും ഇടയിലുള്ള ഒരു ശബ്ദം ഓ. അതുപോലെ അവസാനിക്കുന്നത് ഔ എന്നൊരു ശബ്ദത്തിലാണ്. ചെറിയൊരു ഔ ശബ്ദത്തിലാണ്. ഓ. വെറുതെ ഓ എന്ന് അവസാനിപ്പിക്കാതെ ഔ എന്ന് അവസാനിക്കുക. അത് ആ അല്ല, ഓയുമല്ല, ഔ. അടുത്ത അക്ഷരം പി. പി എന്നത് സാധാരണ പി എന്ന് പറഞ്ഞാൽ പോരാ. രണ്ട് പ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ഇരട്ടിപ്പിച്ച് പറയണം. പി. മറ്റൊരു കാര്യം, ചുണ്ട് കൂടുതൽ ഉള്ളിലേക്ക് മടക്കി പി എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് എ കഴിഞ്ഞിട്ടുള്ള അക്ഷരമായ ബി. അത് കൂടുതൽ ചുണ്ട് ഒരല്പം ഇങ്ങനെയോ അല്ലെങ്കിൽ പി, ബി അങ്ങനെ പറയാമോ. ഒരു പേപ്പറിന്റെ കഷ്ണം എടുത്ത് ചുണ്ടിന് മുമ്പിൽ വെച്ച് പി എന്ന് പറഞ്ഞാൽ ഈ പേപ്പർ പറക്കണം അല്ലെങ്കിൽ പാറണം. പി. മറ്റൊരു അക്ഷരം പറയുമ്പോഴും അങ്ങനെയാവില്ല. എ, ബി, സി, ഡി, പി. അത്ര ശക്തിയോടുകൂടി വേണം ഈ അക്ഷരം പറയാൻ. പോലീസ്, പോസ്റ്റ്. വാക്കുകളുടെ കൂടെ വരുമ്പോൾ ചിലപ്പോ ഇരട്ടിപ്പിച്ച ശബ്ദവും ചിലപ്പോൾ സാധാരണ ശബ്ദവും വരാം. അടുത്തത് ക്യൂ. ശരിയാണ്. അടുത്ത അക്ഷരം ആ. ഇത് മലയാളത്തിലെ ആ അല്ല, വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ആ. ഇത് ആർ എന്നും ആൾ എന്നും പറയുന്നവരുണ്ട്. ചിലർ പാർസൽ എന്ന് പറയും, ചിലർ പാഴ്സൽ എന്ന് പറയും. ഇത് രണ്ടും തെറ്റാണ്. ഫ്ലവേഴ്സ് തെറ്റാണ്. പാഴ്സൽ, പാഴ്സൽ അല്ല, പാർസൽ അല്ല, പാർസൽ. ആ. എന്നാൽ ആർ എന്ന് പറയുകയാണെങ്കിൽ അത് അമേരിക്കൻ ഇംഗ്ലീഷ്. ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആ, അമേരിക്കൻ ഇംഗ്ലീഷ് ആർ. അടുത്തത് എസ്. ശരിയാണ്. അടുത്ത അക്ഷരം ടി. ഇത് ടിയുമല്ല, ടിയുമല്ല, രണ്ടും തെറ്റാണ്. ഇത് വായിക്കേണ്ടത് രണ്ട് റ മലയാളത്തിൽ എടുത്തിട്ട് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? ച, ടി. ഏറെക്കുറെ ഈ ശബ്ദവുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ശബ്ദമാണ്.
ടി. അടുത്തത് യു, ശരിയാണ്. അടുത്തത് വി അല്ല, ഇത് പറയേണ്ടത് വി ആണ്. നമ്മുടെ മലയാളത്തിൽ വ എന്നതിന് പകരം വി എ എന്ന് പലപ്പോഴും എഴുതാറുണ്ട്. അത് തെറ്റാണ്. ഒരിക്കലും വി എ വ എന്നാവുന്നില്ല, അത് വ എന്നാവുള്ളൂ. അപ്പോ വി എന്നാണ് പറയേണ്ടത്. മുകൾ നിരയിലെ പല്ലും കീഴ്ചുണ്ടും, വി. അടുത്ത അക്ഷരം ഡബ്ല്യു. പലപ്പോഴും കേട്ടിരിക്കും ഡബ്ല്യു 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 ഡോട്ട്. തെറ്റാണ്. ഇത് വായിക്കേണ്ടത് ഡബിൾ യു, രണ്ട് യു എന്നർത്ഥം വരുന്ന ഡബിൾ യു, ഡബ്ല്യു. അപ്പോൾ ഡബ്ല്യു 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 ഡോട്ട്. അടുത്ത അക്ഷരം എക്സ്, ശരിയാണ്. വൈ ശരിയാണ്. സെഡ് ശരിയാണ്. എന്നാൽ ഈ സെഡിന് ചിലർ ഇസെഡ് എന്ന് പറയാറുണ്ട്, തെറ്റാണ്. ഇസെഡ് എന്ന് പറയുന്നത് സെഡ്. മറ്റു ചിലർ പറയുന്നത് കേട്ടിരിക്കും സി. സി എന്നത് അമേരിക്കൻ ഇംഗ്ലീഷ് ആണ്, സെഡ് എന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ്. ഇനി പൊതുവായി മലയാളത്തിലുള്ള ഒരു രീതിയുണ്ട്, മലയാളത്തിലുള്ളതും ഇംഗ്ലീഷിൽ ഇല്ലാത്തതുമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, സ്വരചിഹ്നം, ചന്ദ്രക്കലയിൽ അവസാനിക്കുന്ന വാക്കുകൾ, പട്ട്, മൊട്ട്, പൂവ്, വിത്ത്, നെല്ല്, ഇതെല്ലാം തന്നെ ഇടിച്ചാണ് എഴുതുന്നത്. ട്, ഖ്, ന്, ത്, പ്. ഇംഗ്ലീഷിൽ ഒരു വാക്കും ഇങ്ങനെ ഇടിച്ചു നിർത്തി അവസാനിക്കില്ല. ഇംഗ്ലീഷിൽ പുട്ട്, കട്ട്, ഗോൾ, ചേഞ്ച്, ചേഞ്ച് എന്ന് പറയില്ല. ഇനി അഥവാ ചില സന്ദർഭങ്ങളിൽ പറയാം, അത് ചെറിയൊരു ശബ്ദം, പുട്ട്, കട്ട്, അങ്ങനെ വരാം. എന്നാൽ കട്ട് എന്ന് പറഞ്ഞ് നിർത്തരുത്. മറ്റൊരു കാര്യം, ഇംഗ്ലീഷിൽ അക്ഷരങ്ങൾ ഇരട്ടിക്കാം, രണ്ടക്ഷരങ്ങൾ അടുത്ത് വരാം, പക്ഷെ ശബ്ദം ഇരട്ടിക്കില്ല. മലയാളി പലപ്പോഴും അത് ഇരട്ടിപ്പിച്ച് പറഞ്ഞു കളയും. കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ പറയാം. യെല്ലോ, ഇത് പലരും യെല്ലോ എന്ന് പറയാറുണ്ട്, കാരണം രണ്ട് എൽ വന്നു എന്നുള്ളത് കൊണ്ട് യെല്ലോ, ചിലർ യെല്ലോ എന്നും പറയാറുണ്ട്. ഇത് യെല്ലോ ആണ് കുറച്ചുകൂടെ നല്ലത്, പക്ഷെ ശരിയായത് യെല്ലോ ആണ്. യെല്ലോ, അവസാനം ഒരു ഔ ശബ്ദം, ലോ, യെല്ലോ. അതുപോലെ തന്നെയാണ് ചില്ലി, തെറ്റാണ്, ചില്ലി. ജെല്ലി, ജലൈ. ലിറ്റിൽ, ഇറ്റിൽ എന്ന് കട്ടിക്കൂട്ടി പറയരുത്, ലിറ്റിൽ. എന്നാൽ ലിറ്റിൽ എന്ന് പറയും, അത് അമേരിക്കൻ ഇംഗ്ലീഷ് ആണ്. അതുപോലെ തന്നെയാണ് ബെറ്റർ എന്ന് പറയുന്നത്, ബെറ്റർ, ബ്രിട്ടീഷ് ഇംഗ്ലീഷ്. എന്നാൽ ബെറ്റർ, അമേരിക്കൻ ഇംഗ്ലീഷ്. ബട്ടർ, തെറ്റാണ്, ബട്ടർ, ബ്രിട്ടീഷ് ഇംഗ്ലീഷ്. ബട്ടർ, അമേരിക്കൻ ഇംഗ്ലീഷ്. ബട്ടർഫ്ലൈ, തെറ്റാണ്, ബട്ടർഫ്ലൈ, ശരി, ബട്ടർഫ്ലൈ, അമേരിക്കൻ ഇംഗ്ലീഷ്. ടെന്നീസ് അല്ല, ടെന്നീസ്. ഡിന്നർ അല്ല, ഡിന്നർ. ഫണ്ണി അല്ല, ഫണി. ഹബ്ബി, തെറ്റാണ്, ഹബി. റബ്ബർ, റബ്ബർ. റബ്ബിഷ്, റബിഷ്. ഗിമ്മിക്, ഗിമിക്. മമ്മി, പൊതുവായിട്ട് കേരളത്തിൽ ഉപയോഗിക്കുന്ന മമ്മി, 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 തെറ്റാണ്, മമ്മി. പുഡിംഗ്, പുഡിംഗ്. കിഡിംഗ്, കിഡിംഗ്. വെഡിംഗ്, വെഡിംഗ്. ഒരിക്കലും ഇരട്ടിപ്പിക്കരുത്. അത് ഒന്നോ രണ്ടോ മൂന്നോ അക്ഷരങ്ങൾ വന്നോട്ടെ, ശബ്ദം ഒന്ന് തന്നെ, ഒരേ ഒരു അക്ഷരം കഴിച്ച് ആ അക്ഷരം തനിച്ച് നിൽക്കുമ്പോൾ തന്നെ അതിനെ ഇരട്ടിപ്പിച്ച ശബ്ദമാണ്. നമ്മൾ ഇരട്ടിപ്പിക്കാതെയാണ് പഠിച്ചത്, അത് ഞാൻ നേരത്തെ പറഞ്ഞ പി. ഇനി നമുക്ക് കുറച്ച് അടുക്കള കാര്യങ്ങൾ ശ്രദ്ധിക്കാം. സഹോദരിമാർ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. അടുക്കളയിൽ എന്താണ് ആദ്യം? ഭക്ഷണം. ഭക്ഷണത്തിന് എന്താണ് ഇംഗ്ലീഷിൽ പറയുക? ഫുഡ്. ഫുഡ് കഴിച്ചു, ഫുഡ് റെഡിയാണോ? തെറ്റാണ്. ഇത് പറയേണ്ടത് ഒന്ന് ഇടിച്ചു നിർത്തരുത്. രണ്ടാമത്തത് ഫു എന്നതിന് കുറച്ച് നീട്ടം വേണം. ഫുഡ്, ഫുഡ് എന്നേ പറയാവൂ. ദ എന്നും പറയരുത്, ഫു എന്ന നീട്ടുകയും വേണം. ഫുഡ്. ഇനി കുറച്ച് ശബ്ദം പുറത്തു വന്നാലും കുഴപ്പമില്ല, ഫുഡ്. അടുത്ത വാക്ക് പ്രാതൽ, പ്രഭാത ഭക്ഷണം. എന്താണ് പറയാറ്? ബ്രേക്ക്ഫാസ്റ്റ്. തെറ്റാണ്. ഇത് പറയേണ്ടത് ബ്രക്ക് ഫസ്റ്റ്. ബ്രക്ക് ഫസ്റ്റ്. ബ്രേക്ക് അല്ല, ബ്രക്ക് ഫസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് ഒറ്റ വാക്കാണ്, ബ്രേക്ക്ഫാസ്റ്റ്. എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് രണ്ട് വാക്കായിട്ട് ഉപയോഗിക്കാം. എപ്പോൾ? നിങ്ങൾ നോമ്പ് അനുഷ്ഠിച്ചു, വ്രതം അനുഷ്ഠിച്ചു, അത് അവസാനിപ്പിക്കുന്ന സമയം, മുറിക്കുന്ന സമയം. ബ്രേക്ക് യുവർ ഫാസ്റ്റ്. അത് ബ്രേക്ക് ആണ്, ഫാസ്റ്റ് ആണ്. ഡിഡ് യു ബ്രേക്ക് യുവർ ഫാസ്റ്റ്? നിങ്ങളുടെ നോമ്പ് അവസാനിപ്പിച്ചു, നിങ്ങളുടെ വ്രതം മുറിച്ചോ, അവിടെ ബ്രേക്ക് ഫാസ്റ്റ്. എന്നാൽ പ്രാതൽ എന്നത് ബ്രേക്ക്ഫാസ്റ്റ്. അടുത്ത വാക്ക് ചോക്ലേറ്റ്. ചോക്ലേറ്റ്, ചോക്ലേറ്റ്. ചോക്ലേറ്റ് അല്ല, ചോക്ലേറ്റ്. അടുത്ത വാക്ക് ചിത്രത്തിൽ കാണുന്ന ഈ വെജിറ്റബിളിന് എന്താണ് പറയുക?
പൊട്ടറ്റോ, പൊട്ടാറ്റോ, പൊട്ടേറ്റോ, തെറ്റോ. ഇത് പറയേണ്ടത് പൊട്ടേറ്റോ. എന്നാൽ അമേരിക്കൻ അവസാനത്തെ ച എന്നത് ഡ എന്ന് പറയുള്ളൂ. അപ്പോൾ പൊട്ടേറ്റോ, അമേരിക്കൻ പൊട്ടേറ്റോ, ബ്രിട്ടീഷ് പൊട്ടേറ്റോ. You want some potato? മറ്റൊരു വാക്കാണ് ടൊമാറ്റോ എന്ന് പറയാറുണ്ട്. എന്നാൽ ചില മലയാളികൾ ടൊമാറ്റോ എന്ന് തന്നെ പറയാറുണ്ട്. ശരിയാണ്, പക്ഷെ ടു എന്ന് പറയേണ്ട ടു എന്നേ പറയാവൂ. ടൊമാറ്റോ, ടൊമാറ്റോ, ടൊമാറ്റോ. അതാണ് ബ്രിട്ടീഷ് ഇംഗ്ലീഷ്. ടൊമാറ്റോ. അമേരിക്കൻ ടൊമാറ്റോ. ടൊമാറ്റോ ബ്രിട്ടീഷ്, ടൊമാറ്റോ അമേരിക്കൻ. അടുത്ത നമുക്ക് നിത്യജീവിതത്തിൽ വളരെ സാധാരണമായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് വാക്യങ്ങൾ പഠിക്കാം. ഞാൻ പ്രാതൽ കഴിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഞാൻ പ്രഭാത ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. I am going to breakfast. ഇത് അച്ചടി ഭാഷ. എന്നാൽ സംഭാഷണത്തിൽ വരുമ്പോൾ I am എന്ന് പറയില്ല. I am എന്നോ I am എന്നോ പറയരുത്. ഇത് പറയേണ്ടത് ഒന്നുകിൽ I'm going to എന്നത് ഗോന. ഇത് മലയാളത്തിൽ നായല്ല, ഗോന. ഇത് നായുമല്ല, നായുമല്ല. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മുകൾ നിരയിലെ പല്ലിന്റെ പിൻഭാഗത്ത് മോണയുമായിട്ട് ചേരുന്ന ഭാഗത്ത് നാവ് നിവൃത്തി പിടിച്ചുകൊണ്ട് മലയാളത്തിൽ എണ്ണ പറഞ്ഞു നോക്കൂ. ന, ഗോന. I'm gonna breakfast. ഞാൻ പ്രാതൽ ഭക്ഷണം കഴിക്കാൻ പോകുകയാണ്. I'm gonna അല്ലെങ്കിൽ am gonna എന്ന് പറയാം. am gonna breakfast. I'm gonna breakfast. I'm gonna breakfast. ഇതിലേതെങ്കിലും ഒന്ന് പറയാം. അടുത്ത വാക്യം, എനിക്കൊരു ഡോക്ടറാണ്. I want to be a doctor. ഈ want to be എന്നുള്ളത് നമുക്ക് ചുരുക്കി wanna എന്ന് പറഞ്ഞാൽ മതി. സംഭാഷണത്തിൽ വരുമ്പോൾ want to, wanna, going to, gonna. I wanna be a എന്ന് പറയുന്നത് a. ഇവിടെ എയുടെ ശബ്ദം a എന്നാണ്. I want to be a doctor എന്നത് I want to be a doctor. എനിക്കൊരു ഡോക്ടർ ആവണം. I want to be a teacher. എനിക്കൊരു ടീച്ചർ ആവണം. അടുത്തത്, നിങ്ങൾ എന്റെ കൂടെ വരുന്നു. Do you want to come with me? ഇത് do you എന്നത് ചുരുക്കിയിട്ട് നമുക്ക് due എന്നാക്കാം. എന്നാൽ വളരെ സാധാരണമായിട്ട് പറയുന്നത് Jew എന്നാണ്. Jew. Want to, wanna, Jew wanna come with me, with me. Jew wanna come with me. Jew wanna come with me. അല്ലെങ്കിൽ Jew wanna come with me. അടുത്തത് പൊതുവെ നമ്മൾ പറയുന്നത് I don't know. ഇത് I don't know, I do not know, I don't know എല്ലാം പറയാറുണ്ടെങ്കിലും സംഭാഷണ ഭാഷയിൽ ഇത് I did know. No എന്ന് നിർത്തിയത് no, no, I know, I did know, I know, I know. എന്നാൽ don't know എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, ചിലർ അങ്ങനെ പറയാറുണ്ട് I don't know. നമുക്ക് വീണ്ടും കാണാം. ഇതിന്റെ അവസാന ഭാഗത്തിൽ കൊടുത്തിരിക്കുന്ന 15ഓളം വാക്കുകളും വാക്യങ്ങളും എഴുതിയെടുക്കുക, അത് അതുപോലെ ഉച്ചരിച്ചു പിടിക്കുക. എല്ലാവർക്കും സമാധാനം.